ഓക്കെ, അപ്പോൾ ബൾക്കിംഗ് സീരീസിൽ ഉണ്ടായ മിസ്റ്റേക്ക് എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സംഭവം വേറെ ഒന്നല്ല, ഞാൻ നോർമലി വർക്കൗട്ട് ചെയ്യുമ്പോൾ സെറ്റ്സിന്റെ ഇടയിൽ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം കൂടിപ്പോയി ഒരു 1.5 മിനിറ്റൊക്കെയാണ് ഞാൻ റെസ്റ്റ് എടുക്കാറ്. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് ആണെന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതായത് നമ്മൾ സെറ്റ്സിന്റെ ഇടയിൽ മാക്സിമം റെസ്റ്റ്, അതായത് ഒരു 8, 9, 10 മിനിറ്റോ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിറ്റത്തെ സെറ്റ്സിലേക്ക് നമുക്ക് നമ്മുടെ മസിൽസിന് കൂടുതൽ ATP പ്രൊഡക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മസിൽസ് കൂടുതൽ റിലാക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ റെപ്പിറ്റേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കൂടുതൽ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാനതൊന്ന് അപ്ലൈ ചെയ്തു. ഞാൻ ഷോൾഡർ ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ നോർമലി ഷോൾഡറിന് വാംപ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് സെറ്റ് ചെയ്തു. ഞാൻ ഡ്രോപ്പ് സെറ്റാണ് ഷോൾഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷോൾഡർ പ്രസ്സിൽ ഫസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മാക്സിമം എന്താ പറയുക ഒരു 6-7 മിനിറ്റ് റെസ്റ്റ് എടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ സെക്കൻഡാമത്തെ എൻ്റെ സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ലിഫ്റ്റിങ്ങിൽ തന്നെ എനിക്ക് ആ ഒരു സ്ട്രെങ്ത് കുറവ് ഫീൽ ചെയ്തായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് എനിക്ക് ആ സെക്കൻഡാമത്തെ സെറ്റ് എടുക്കുമ്പോൾ എനിക്ക് ലിഫ്റ്റിങ്ങിന് തന്നെ ഭയങ്കര അധികം സ്ട്രെങ്ത് കുറവ് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ലിഫ്റ്റ് 2 റെപ്പിറ്റേഷൻ എടുക്കുമ്പോഴത്തേനും എനിക്കൊരു കറക്റ്റ് സൗണ്ട് എൻ്റെ ബാക്ക് വാഷിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ പെയിൻ വരികയാണ്. ഓരോ റെപ്പിറ്റേഷനും പെയിനാണ്. അപ്പം ഞാൻ നോർമലി വെച്ചു. പിന്നെ എനിക്ക് അതിന് ശേഷം എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം എടുക്കുമ്പോൾ ബാക്കിൽ പെയിൻ, ശ്വാസം ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശരീരം ഒന്ന് അങ്ങനെ ഇങ്ങനെ എനക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പണി കിട്ടി, ആ ലിഫ്റ്റിങ് പോയി എന്നുള്ളത്. പിന്നെ ഞാൻ ഓക്കെ ഒന്ന് റെസ്റ്റ് എടുത്തേക്കാം, എന്തെങ്കിലും ഉളുക്ക് എന്തെങ്കിലും ആയിരിക്കും, നമുക്ക് നാളെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ നോക്കി. പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ ആ പെയിൻ മാറുന്നില്ല, മറ്റന്നാളും മാറുന്നില്ല. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചു, എക്സ്റേ എടുത്തു. അതിനകത്തും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെയിൻ മാറിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു, ഡയറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു പെയിൻ മാറുന്നില്ല, 2 ആഴ്ച കഴിഞ്ഞ് പെയിൻ മാറുന്നില്ല. ചെറിയൊരു കുറവ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബ്രീത്ത് എടുക്കുമ്പോൾ പെയിൻ. അപ്പം എനിക്ക് മനസ്സിലായി ഏകദേശം ഇത് കയ്യിൽ നിന്ന് പോയി, ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാനൊരു 4 ആഴ്ച റെസ്റ്റ് എടുത്തു. 4 ആഴ്ച റെസ്റ്റ് എടുത്ത് ഓൾമോസ്റ്റ് എല്ലാ പെയിനും പോയി കഴിഞ്ഞിട്ട് ഞാനും ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അടുത്തത്. ഇപ്പോൾ തൃശ്ശൂർ ഒരു വൈറൽ ഫീവർ നടക്കുന്നുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടി. അപ്പോൾ തീരുമാനമായി, കംപ്ലീറ്റ്ലി ഡയറ്റും പോയി, എല്ലാം പോയി, കംപ്ലീറ്റ്ലി കട്ടായി. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കാണുന്നുണ്ട് 8 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, ഇത്ര മിനിറ്റ് ബിറ്റ്വീൻ സെറ്റ്സിൻ്റെ ഇടയിൽ റെസ്റ്റ് എടുക്കണം, എന്നാലേ നമുക്ക് കൂടുതൽ ഗെയിൻസ് ഉണ്ടാവുള്ളൂ, കൂടുതൽ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, കൂടുതൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമുക്ക് കൂടുതൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ആ ലിഫ്റ്റ് ചെയ്യാൻ പറ്റി, പക്ഷേ എനിക്ക് ഇഞ്ചുറിയും കിട്ടി. അതിന്റെ റീസൺ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 7 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ റെസ്റ്റ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാമപ്പ് എന്തായാലും പോയിട്ടുണ്ടാവും. നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി എന്താ പറയുക റിലാക്സ്ഡ് ആയി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മസിൽസിന്റെ പമ്പ് പോയിട്ടുണ്ടാവും. കാരണം ഇത്രയും മിനിറ്റ് ഒക്കെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മസിൽസിലുള്ള പമ്പ് പോവും. അതുപോലെ തന്നെ നമ്മുടെ ബേൺസ് നഷ്ടപ്പെടും. ഒരു നോർമൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും ഹെവി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും ടൈമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇഞ്ചുറി കിട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ആ ഒരു ഇഞ്ചുറിയാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നിക്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വർക്കായില്ല. കാരണം എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റോ ഒക്കെ റെസ്റ്റ് ഒക്കെ മാക്സിമം മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യണം. നമ്മുടെ മസിൽസിൽ ബേൺ പോകാൻ പാടില്ല, മസിൽസിന് പമ്പ് പോകരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ആത്ലീറ്റ്സിനെ എടുക്കുകയാണെങ്കിലും കൂടെ ഒരുപാട് ആത്ലീറ്റ്സ്, ഇപ്പോൾ അർണോൾഡ് ആണെങ്കിലും മറ്റു മിസ്റ്റർ ഒളിമ്പിയ ആത്ലീറ്റ്സ് ഒക്കെ ആണെങ്കിലും അവരൊക്കെ ഫോളോ ചെയ്തിരുന്ന ടെക്നിക്സ് വെച്ച് നോക്കുമ്പോൾ ഇത്രയധികം റെസ്റ്റ് എടുക്കുന്ന ഒരു ടെക്നിക്സ് ഒന്നല്ല. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് മച്ച് മോർ ബെറ്റർ നമ്മൾ ബിറ്റ്വീൻ സെറ്റ്സിൻ്റെ ഇടയിൽ 1 മിനിറ്റോ 2 മിനിറ്റോ മാക്സിമം റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് ഈ ഒരു ഇഞ്ചുറി സംഭവിച്ചത്. അപ്പോൾ ഇതാണ് എനിക്ക് ബൾക്കിംഗ് സീരീസിൽ ഉണ്ടായ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ബെസ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.